നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. കോൺഗ്രസ് വിമതരും BJPയും തമ്മിലുള്ള ധാരണ പൊളിഞ്ഞതോടെയാണ് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായത്. സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഷൻ നേരിടുന്ന കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്റർനാഷണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥി അഖിൽ താഴത്താണ് ക്യാമ്പസിനകത്ത് ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കനത്ത മഴയിൽ മഞ്ചേശ്വരത്ത് വ്യാപക നാശനഷ്ടം. നിരവധിയിടങ്ങളിൽ കൃഷിനാശമുണ്ടായി. മച്ചമ്പാടി പാപ്പിലപ്പാലം തകർന്നു. പല വീടുകളിലും മലിനജലം ഒഴുകിയെത്തിയത് ജനജീവിതത്തെ ദുസ്സഹമാക്കി. പോർക്കാടിയിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM പ്രതിഷേധ പ്രകടനം നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ധർണാ സമരം നടത്തി. സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും കേരളീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യ ഘടകമാണെന്നും ജനങ്ങൾക്കു വേണ്ടി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്നും നെല്ലിക്കുന്ന MLA. കേളുകുടെ അയ്യപ്പനഗറിലെ അംഗൻവാടി മതിലിനോട് ചേർന്ന് സ്ഥാപിച്ച ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. കുരുന്നുകൾ പഠിക്കുവാനെത്തുന്നത് ഭീതിയോടെ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. കോൺഗ്രസ് വിമതരും BJPയും തമ്മിലുള്ള ധാരണ പൊളിഞ്ഞതോടെയാണ് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായത്. കാറെടുക്കൈക്കും എൺമകജയ്ക്കും പിന്നാലെ തിരിച്ചടിയായാണ് BJPക്ക് കുറ്റിക്കോൽ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമായിരിക്കുന്നത്. ജില്ലയിലെ പുതിയ രാഷ്ട്രീയം പരിഗണിച്ച് വൈസ് പ്രസിഡന്റിനെതിരെ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. LDFിലെ 7 അംഗങ്ങൾക്കൊപ്പം 2 കോൺഗ്രസ് വിമതർ കൂടി പിന്തുണച്ചതോടെ അവിശ്വാസം പാസായി. നേരത്തെ അച്ചടക്ക നടപടിക്ക് വിധേയരായ 4 UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തില്ല. 16 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ LDFിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് UDF അംഗങ്ങളും കോൺഗ്രസ് വിമതനും BJPക്കൊപ്പം ചേർന്ന് പഞ്ചായത്ത് ഭരണം പിടിച്ചത്. ധാരണ പ്രകാരം UDFന് പ്രസിഡന്റും BJPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു. ഇതിനിടെ BJPയുമായി ധാരണയുണ്ടാക്കിയതിനെ അംഗങ്ങളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അധികം വൈകാതെ വിമതൻ കാലുമാറിയതോടെ കുറ്റിക്കോലിലെ ധാരണ പ്രതിസന്ധിയിലാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഷൻ നേരിടുന്ന കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്റർനാഷണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥി അഖിൽ താഴത്താണ് ക്യാമ്പസിനകത്ത് ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മാസങ്ങൾക്ക് മുൻപ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന നാഗരാജുവിനെ അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അഖിൽ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. സർവകലാശാലയുടെ നിലപാടിനെതിരെയായിരുന്നു കുറിപ്പിലെ പരാമർശം. ഇതിന്റെ പേരിൽ അഖിൽ താഴത്തിനെ സർവകലാശാല സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനം വൈകുന്നതിനിടെയാണ് അഖിൽ ഇന്ന് രാവിലെ സർവകലാശാല ഹെലിപാഡിന് സമീപത്ത് വെച്ച് കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതേ തുടർന്ന് അഖിലിനെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഖിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയായിട്ടുള്ള അഖിൽ താഴത്ത് വിദ്യാർത്ഥി കഴിഞ്ഞ ജൂൺ മുതൽ അവിടുത്തെ VCക്കെതിരെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിത്വം തന്നെ നഷ്ടപ്പെടുന്ന നിലയിലുള്ള പ്രതികാര മനോഭാവമാണ് അവിടുത്തെ അധികാരികൾ സ്വീകരിച്ചത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ SFIയുടെ നേതൃത്വത്തിൽ പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കകത്ത് നിരവധിയായ സമരങ്ങളുടെ സ്ഥിതിയുണ്ടായി. എന്നാൽ ആ സമരത്തോടെല്ലാം തന്നെ സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അഖിലിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അധികാരികൾ തയ്യാറായിട്ടില്ല. ഹോസ്റ്റലിൽ നിന്ന് മാത്രമല്ല ക്യാമ്പസിനകത്ത് പോലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുന്ന വഴിയിൽ ആ അകത്തേക്ക് പോലും അഖിലിനെ പ്രവേശിപ്പിക്കാത്ത സമീപനമാണ് അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് അഖിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ എഴുതി വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിനാണ് SFI അങ്ങോട്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നാഗരാജുവിനെതിരെ പോലീസിൽ പരാതി നൽകിയ സർവകലാശാല അധികൃതരുടെ നടപടിയെ വിമർശിച്ച് കുറിപ്പെഴുതിയ അധ്യാപകനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. കനത്ത മഴയിൽ മഞ്ചേശ്വരത്ത് വ്യാപക നാശനഷ്ടം. നിരവധിയിടങ്ങളിൽ കൃഷിനാശമുണ്ടായി. 7-ാം വാർഡിനെയും 10-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന മച്ചമ്പാടി പാപ്പിലപ്പാലം തകർന്നു. പല വീടുകളിലും മലിനജലം ഒഴുകിയെത്തിയത് ജനജീവിതത്തെ ദുസ്സഹമാക്കി.
മഞ്ചേശ്വരം മംഗൽപാടി പഞ്ചായത്തുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴ കനത്ത നാശനഷ്ടം വിതച്ചത്. മഞ്ചേശ്വരത്തെ 20 വർഷം പഴക്കമുള്ള മച്ചമ്പാടി പാപ്പില പാലം മഴയിൽ തകർന്നു. നിരവധി വീടുകൾക്കും തകരാർ സംഭവിച്ചു. മംഗൽപാടി പഞ്ചായത്തിനടുത്തുള്ള മെഹ്മൂദ്, നൂറാബായ്, പരമേശ്വര എന്നിവരുടെ വീടുകളുടെ ചുറ്റുമതിൽ തകർന്നു. കുക്കാറിൽ അബ്ദുൽ റഹ്മാന്റെ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചുറ്റുമതിൽ ഇടിയുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കിണറിലേക്ക് നാഷണൽ ഹൈവേയിലൂടെ വന്ന വെള്ളം ഒലിച്ചിറങ്ങി കിണർ മാലിന്യം കൊണ്ട് നിറഞ്ഞു. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മഴയിൽ കുക്കാർ സ്കൂളിന്റെ ചുറ്റുമതിലും മംഗൽപാടി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ചുറ്റുമതിലും പൂർണ്ണമായും തകർന്നു. രാത്രിയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ന്യൂസ് ഡെസ്ക് KCN. കനത്ത മഴയിൽ മഞ്ചേശ്വരത്തെ 2 ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ വെള്ളം കയറി വൻ നാശനഷ്ടം. ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വില കൂടിയ വിവിധ ഉപകരണങ്ങൾക്കും പലചരക്ക് സാധനങ്ങൾക്കും നാശം സംഭവിച്ചു. മഞ്ചേശ്വരത്തെ MM പ്ലാസ, അൽബറക്ക ഷോപ്പിംഗ് കോംപ്ലക്സുകളിലാണ് വെള്ളം കയറിയത്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുകയായിരുന്ന ലബോറട്ടറി, പലചരക്ക് കടകൾ, പച്ചക്കറി കടകൾ എന്നിവിടങ്ങളിൽ മലിനജലം കയറിയതിനെ തുടർന്ന് വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. മഞ്ചേശ്വരം സ്വദേശി ഹമീദിന്റെ ഉടമസ്ഥതയിലുള്ള പ്രിയദർശിനി ലബോറട്ടറിയിലെ എക്സ്റേ മെഷീനിനും ജനറേറ്ററിനും വെള്ളം കയറിയതിനെ തുടർന്ന് നാശം നേരിട്ടു. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അഹമ്മദ് കുട്ടി, ദയാനന്ദ ശെട്ടി, കലീൽ എന്നിവരുടെ വ്യാപാര സ്ഥാപനങ്ങളിലും നാശനഷ്ടമുണ്ടായി. MM പ്ലാസ, അൽബറക്ക ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്ക് പിറകുവശത്ത് പുതുതായി മറ്റൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചു വരുന്നുണ്ട്. എന്നാൽ വെള്ളം ഒഴുക്കിവിടുവാൻ ആവശ്യമായ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇതാണ് കടകളിലേക്ക് വെള്ളം കയറുവാനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രി വസങ്കടിയിൽ വന്ന ഇത്തരത്തിലുള്ള ഈ ഒരു മഴ വെള്ളത്തിൽ ഇവിടുത്തെ 15ഓളം കടകൾ അകത്ത് വെള്ളം കയറി പല സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചത്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടെ അശാസ്ത്രീയമായ ബിൽഡിംഗ് നിർമ്മാണമാണ്. ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അശാസ്ത്രീയമായ ബിൽഡിംഗ് നിർമ്മാണത്തിന് പഞ്ചായത്ത് അധികൃതർ ഇത്തരത്തിലുള്ള ഒരു നിർലക്ഷ്യമാണ് ഇതൊക്കെ കാരണമെന്ന് ഞങ്ങളെല്ലാവരും വിലയിരുത്തുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവം എത്രയും പെട്ടെന്ന് പരിശോധിച്ച് അത്തരത്തിലുള്ളവരെ മേലെ നടപടിയെടുക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCN. വർക്കാടിയിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM പ്രതിഷേധ പ്രകടനം നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വോർക്കാടി പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം വോർക്കാടി ജംഗ്ഷനിൽ സമാപിച്ചു. പ്രകടനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കനത്ത പോലീസ് സംരക്ഷണതയിലായിരുന്നു പ്രകടനം. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായ BJPക്കാരുടെ യഥാർത്ഥ മുഖമാണ് വോർക്കാടിയിലെ അക്രമത്തിലൂടെ വ്യക്തമായതെന്ന് പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗവുമെല്ലാമായ കുടുംബത്തെയും ഗുരുക്കൽക്കാരി ആക്രമിച്ചു. RSSന്റെ തൊട്ടപ്പുറത്തുള്ള ഭജനമന്ദിരത്തിൽ കയറി ആക്രമിച്ചു. ഈ നാട് കണ്ട ഏറ്റവും നീചമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വീട്ടിൽ ബൈക്കുമായിട്ട് കയറി അടിച്ചാൽ ബൈക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് തിരിച്ചും ചെയ്യാനാവും. പക്ഷേ ഞങ്ങൾ ഈ നാട്ടിൽ കരാറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വോർക്കാടി മനോഹരമായ ഈ ഗ്രാമം പഞ്ചായത്ത് ജനങ്ങൾ വളരെ നിഷ്കളങ്കര. BJPയുടെ നേതാക്കന്മാരാണ് ഈ ചെയ്യുന്നത്. നിഷ്കളങ്കര അണികളുണ്ട്. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ കാരണം എന്താ അറിയോ? കാരണം BJPയുടെ അടി തെറ്റിയിരിക്കുന്നു. ശബരിമല വിഷയത്തിൽ മാർക്സിസ്റ്റുകാരെയല്ല, മറിച്ച് BJP കേന്ദ്ര നേതൃത്വത്തെയാണ് അടിക്കേണ്ടത്. BJPയും RSSും വിധിക്ക് അനുകൂലമാണ്. എന്നാൽ കേരളത്തിൽ അവർ വിധിക്ക് എതിരാണ്. ഇനി ഈ പ്രശ്നം പറഞ്ഞ് പാർട്ടിക്കാരെ തൊട്ടാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റസാഖ് ചിപ്പാർ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ നേതാക്കളടക്കം നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും കേരളീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യ ഘടകമാണെന്നും ജനങ്ങൾക്ക് വേണ്ടി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്നും എന്നെ നെല്ലിക്കുന്ന MLA. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സ്വകാര്യ ബസ് സർവീസ് വ്യവസായമായി അംഗീകരിക്കുക, സ്വകാര്യ ബസ്സുകൾക്ക് ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 50% പ്രൈവറ്റ് ബസ്സുകളിലേതുപോലെ തന്നെ KSRTC ബസ്സുകളിലും വിദ്യാർത്ഥികളെ യാത്ര ചെയ്യുവാൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 1-ാം തീയതി മുതൽ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുന്നതിൻ്റെ മുന്നോടിയായാണ് കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണയും നടത്തിയത്. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ശവമഞ്ചം മാതൃകയിൽ പ്രതീകാത്മക സ്വകാര്യ ബസ്സുമായി നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണയും നടന്നു. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കപ്പെടണമെന്ന് എന്നെ നെല്ലിക്കുന്നി MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ബസ് ഉടമകൾ എന്ന് പറയുന്നു. ആ ബസ് ഉടമകളുടെ പലരുടെയും സ്ഥിതി എനിക്ക് നന്നായി അറിയാം. പേര് ഉടമ എന്നാണ്. പക്ഷേ തൊഴിലാളിയേക്കാളും ദൈന്യത നിറഞ്ഞതാണ് അവരുടെ ജീവിതം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പേര് ഉടമ എന്നായിരിക്കും. പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പക്ഷേ അടിമയേക്കാളും വലിയ ദുരിതമാണ് നിങ്ങളുടെ ജീവിതം. ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സത്യൻ പൂച്ചക്കാട്, സ്റ്റേറ്റ് കൗൺസിൽ അംഗം T. ലക്ഷ്മണൻ, സെൻട്രൽ കൗൺസിൽ അംഗം CA മുഹമ്മദ് കുഞ്ഞി, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായ VM ശ്രീപതി, PM മുഹമ്മദ് കുഞ്ഞി, M. ഹസൈനാർ, തിമ്മപ്പ ഭട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. അംഗൻവാടി കെട്ടിടത്തിന് തൊട്ടടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കേളുകുടെ അയ്യപ്പനഗറിലെ അംഗൻവാടി മതിലിനോട് ചേർത്ത് സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കുരുന്നുകൾ നടന്നുപോകുന്ന വഴിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന വൈദ്യുതി ട്രാൻസ്ഫോമർ ഉള്ളത് ആരെയുമൊന്ന് ഭീതിപ്പെടുത്തും. 25ഓളം കുട്ടികളാണ് ഈ അംഗൻവാടിയിൽ പഠനം നടത്തുന്നത്. അംഗൻവാടിയോട് ചേർന്ന് കിടക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റുവേലികൾ ദ്രവിച്ച് നിലംപൊത്താറായ അവസ്ഥയിലാണുള്ളത്. ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റുമതിലും ഉപകരണങ്ങളും മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ വൻ ദുരന്തമായിരിക്കും ഉണ്ടാകുകയെന്നാണ് പലരുടെയും ആശങ്ക. മധൂർ പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ ശ്രീധര വിഷയം വൈദ്യുതി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെയായും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. 30-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗനവാടിയാണ് തൊട്ടടുത്തുള്ളത്. അതുപോലെ തന്നെ ഈ നാടിൻ്റെ ആൾക്കാർ പോകുന്ന വരുന്ന എല്ലാ വഴിയാണ് ആ ട്രാൻസ്ഫർ. അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ 19-ാം തീയതിന് ശേഷം 4-5 മെമ്മോ കൊടുത്തു. അവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇത് ഈ സ്ഥലത്തെ വന്നൊന്ന് നോക്കാനും കൂടി KCB ഇത് ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു സമരം തന്നെ ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ്. അപകടം നടന്നതിന് ശേഷം മാത്രം വിലപിക്കുന്ന അധികൃതരുടെ നിലപാട് മാറ്റി വിഷയത്തിൽ ഉടൻ ആവശ്യമായ നടപടിയുണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. അക്ഷരം നുകരുവാനെത്തുന്ന കുരുന്നുകളുടെ ജീവനുകൾക്ക് സംരക്ഷണമൊരുക്കേണ്ടത് അധികൃതരുടെ ബാധ്യതയാണ്. ഇത് നിറവേറ്റുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളായിരിക്കും ഉയർന്നുവരിക. ന്യൂസ് ഡെസ്ക് KCN. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കേരള വാട്ടർ അതോറിറ്റി കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം 4-ാം മൈലിൽ നടന്നു. ഫെഡറേഷൻ സംസ്ഥാന രക്ഷാധികാരി EV കൃഷ്ണ പൊതുവാൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെങ്കള 4-ാം മൈലിൽ പ്രത്യേകം സജ്ജമാക്കിയ C. അബ്ദുൽ ഖാദർ നഗറിലാണ് സമ്മേളനം നടന്നത്. ഇടത്തരം കരാറുകാരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫെഡറേഷൻ സംസ്ഥാന രക്ഷാധികാരി EV കൃഷ്ണൻ പൊതുവാൾ പറഞ്ഞു. അത് ഏത് ഗവൺമെന്റ് വന്നാലും ആ ഗവൺമെന്റ് ജോലി ചെയ്ത കരാറുകാരന് പൈസ കൊടുക്കണം എന്ന് ഗവൺമെന്റ് അറിയാനില്ല. അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് കരാറുകാർക്ക് പൈസ കൊടുക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ഈ കരാറുകാരെ ബുദ്ധിമുട്ടിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി ഒരാവശ്യമില്ലാതെ കുറെ സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഗവൺമെന്റ്. ആ സൊസൈറ്റിയെ സംബന്ധിച്ച് ഗവൺമെന്റ് വേണ്ടത്ര പരിശോധിക്കണം. അവരെത്ര മെമ്പർമാരുണ്ട്, എത്ര ജോലി അവർ ചെയ്തു, ആ ജോലി ചെയ്തതിന് കണക്കായി അവർ ബില്ല് കൊണ്ടുവരുന്നുണ്ടോ,
എന്നൊക്കെ മനസ്സിലാക്കാൻ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുമ്പിലോട്ട് വരാത്തത് കൊണ്ട് എത്രയോ സൊസൈറ്റികൾ ജോലി ഏറ്റെടുത്ത് നാട്ടുകാരെ ദ്രോഹിക്കുന്ന ചില സമ്പ്രദായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമ്പ്രദായത്തിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട MLA-മാരും പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിജീവികളും അത് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ മുമ്പോട്ട് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. M. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. BA ഇസ്മയിൽ, ഗോപിനാഥൻ, BM കൃഷ്ണൻ നായർ, MV കുഞ്ഞപ്പൻ, മധു പൊന്നൻ, B. ഷാഫി ഹാജി, TM അബ്ദുൽ ഖാദർ, A. അഹമ്മദ് കുഞ്ഞി, PK ഹംസ, NV ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ജില്ലാ കമ്മിറ്റിയുടെ രാപ്പകൽ ധർണ ബുധനാഴ്ച തുടങ്ങും. ബുധനാഴ്ച രാവിലെ 11 മുതൽ വ്യാഴാഴ്ച രാവിലെ 11 വരെ കറന്തക്കാട് ദേശീയപാതയുടെ കിഴക്കുവശത്താണ് ധർണ. BMS ദേശീയ സമിതി അംഗം PK രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വില കുറച്ചത് മാതൃകയാക്കി കേരള സർക്കാരും വില കുറയ്ക്കുക, KSRTCയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് തടയുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് BMS ദേശീയ സമിതി അംഗം PK രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാവിലെ 10-ന് സമാപന പരിപാടി സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ഈ ഒക്ടോബർ 10-ന് രാവിലെ 11 മണി മുതൽ ഒക്ടോബർ 11 രാവിലെ 11 മണി വരെ കാസർഗോഡ് കറന്തക്കാട് നാഷണൽ ഹൈവേയിലെ കറന്തക്കാട് വെച്ചിട്ട് രാപ്പകൽ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 10-ാം തീയതി രാവിലെ 11 മണിക്ക് കറന്തക്കാട് വെച്ച് സമരപ്പന്തലിൽ BMSൻ്റെ അഖിലേന്ത്യാ സമിതി അംഗമായിട്ടുള്ള ശ്രീ PK രവീന്ദ്രനാഥാണ് ഉദ്ഘാടനം ചെയ്തത്. 11-ാം തീയതി രാവിലെ 10 മണിക്കാണ് സമാപന പൊതുസമ്മേളനം നടക്കുന്നത്. ആ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് BMSൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ P. ശശിധരൻ കോഴിക്കോട് അവരുകളാണ്. അതിൽ അധ്യക്ഷം വഹിക്കുന്നത് BMSൻ്റെ ജില്ലാ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ K. നാരായണൻ. വാർത്താ സമ്മേളനത്തിൽ BMS ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ, K. നാരായണ, M. ബാബു, T. കൃഷ്ണൻ, P. ദിനേശ്, K. ഉപേന്ദ്രൻ, അനിൽ B. നായർ എന്നിവർ പങ്കെടുത്തു. പുത്തികെ പഞ്ചായത്ത് കൃഷിഭവനിലൂടെ വിതരണം ചെയ്ത എല്ലുപൊടി ചേർത്ത ജൈവവളം വ്യാജമാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കർഷകർക്കും സർക്കാരിനും നഷ്ടമായ തുക വിതരണ കമ്പനികളിൽ നിന്ന് ഈടാക്കണമെന്ന് കിസാൻ രക്ഷാസേന പുത്തിക പഞ്ചായത്ത് കമ്മിറ്റി. വ്യാജവളം വിറ്റ് സർക്കാരിനെയും കർഷകരെയും വഞ്ചിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കിസാൻ രക്ഷാസേന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചെറുവത്തൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലെ 2 ഏജൻസികളാണ് കൃഷിഭവനുകൾക്ക് വ്യാജവളം വിതരണം ചെയ്യുന്നത്. ജൈവ കാർഷിക ജില്ലയായി പ്രഖ്യാപിച്ചതിനു ശേഷം വർഷം തോറും 8 കോടിയിലധികം രൂപയുടെ വളമാണ് ഉപയോഗിക്കുന്നത്. കാലവർഷത്തിൽ കാർഷിക വിള നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നും കാർഷിക വായ്പ എഴുതിത്തള്ളണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വ്യാജവളം വിതരണം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, കൃഷിമന്ത്രി എന്നിവർക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കർഷകർക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് വളം വാങ്ങാൻ പാടുള്ളൂ എന്ന് കൃഷിഭവൻ നിർദ്ദേശിക്കാനുള്ള വകുപ്പ് ഇപ്പോഴില്ല. കർഷകർക്ക് വിശ്വാസമുള്ള ലൈസൻസ് ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങാം എന്നതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള റൂൾ. ഇത് കൃഷിഭവൻ ആ റൂൾ വരെ ഗണ്ണിച്ചുകൊണ്ട് പ്രൈവറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിപ്പോയിലേക്ക് പെർമിറ്റ് കൊടുക്കുന്ന സംവിധാനം ഇപ്പോൾ നിലവില്ല. അതിന് പകരം അവരൊരു വൈറ്റ് ഷീറ്റിൽ വെറും അതിൻ്റെ മെഷർമെൻറ്റും സബ്സിഡി എമൗണ്ട് മാത്രം എഴുതിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും അവർ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ കൈകടത്തു വേണം. JB ബാലകൃഷ്ണ ഭണ്ഡാരി, ഷുക്കൂർ കണാജെ, K. സുരേഷ് ഷെട്ടി, P. അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ചുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കസബ കടപ്പുറത്തെ അയ്യപ്പ ഭജന മന്ദിരം SKBS, SABM, ബാസ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ നാമജപയാത്ര നടത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
അയ്യപ്പ വചനമന്ദിരം പ്രസിഡന്റ് ആർ ഗംഗാധരൻ, രവീശ തന്ത്രി കുണ്ടാർ, MR ശരത്, G ചന്ദ്രൻ, ശിശുപാല, പ്രഭാകര, KG മനോഹരൻ, ഉമാക്കടപ്പുറം, T അഞ്ജു ജോസ്, KA മാധവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഇന്ധന വില വർധനവിനെതിരെ ജില്ലയിലെങ്ങും പ്രതിഷേധം ശക്തമാകുന്നു. കാഞ്ഞങ്ങാട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം സംഘടിപ്പിച്ചു. തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന നടപടിക്കെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധ സമരം DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ പോലീസിന്റെ നയം ഓരോ ദിവസവും ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ വീട്ടമ്മമാരുടെ പേരിൽ അധിക ബാധ്യത ഏൽപ്പിച്ചുകൊണ്ട് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഗ്യാസ് സിലിണ്ടർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് അനുകൂലമായി സംസ്ഥാനത്ത് ഓശാന പാടുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുന്ന സമയം. ശാന്തമ്മ ഫിലിപ്പ് അധ്യക്ഷയായി. ഗീതാകൃഷ്ണൻ, OK നാരായണി, മാധവി, AV കമ്മാടത്തു, ശാന്തകുമാരി ടീച്ചർ, സുകുമാരി, M ഭവാനി, സരസ്വതി, TV ശ്യാമള, TK സുബൈദ, E ആനന്ദവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ചുള്ളിക്കര ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടത്തി. ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചുള്ളിക്കര ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടത്തിയത്. തുടർന്ന് നടന്ന യോഗത്തിൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഇവിടെ ഒരു 500 ആളെയാണ് ഞങ്ങൾ ഈ റാലിയിൽ പ്രതീക്ഷിക്കുന്നത്. ചുറ്റുപാടുള്ള ആൾക്കാരിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് ചുള്ളിക്കരമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ആൾക്കാരിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 500 ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള റാലിയാണ്. നാരായണൻ ഗുരുസ്വാമി കൊട്ടോടി, K ബാലകൃഷ്ണൻ കള്ളാർ, NCT നാരായണൻ ഗുരുസ്വാമി, H വിട്ടൽ ഭട്ട്, രാമചന്ദ്രൻ ഒടയംചാൽ, ജയരാമൻ ഗുരുസ്വാമി, C രേഖ, വിനോദ് പൂടങ്കല്ല്, A നളിനി, നിർമ്മല ബാലൻ, കുഞ്ഞികൃഷ്ണൻ നായർ അയ്യങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. കോൺഗ്രസ് വിമതരും BJPയും തമ്മിലുള്ള ധാരണ പൊളിഞ്ഞതോടെയാണ് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായത്. സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഷൻ നേരിടുന്ന കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്റർനാഷണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥി അഖിൽ താഴത്താണ് ക്യാമ്പസിനകത്ത് ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കനത്ത മഴയിൽ മഞ്ചേശ്വരത്ത് വ്യാപക നാശനഷ്ടം. നിരവധിയിടങ്ങളിൽ കൃഷിനാശമുണ്ടായി. മച്ചമ്പാടി പാപ്പിലപ്പാലം തകർന്നു. പല വീടുകളിലും മലിനജലം ഒഴുകിയെത്തിയത് ജനജീവിതത്തെ ദുസ്സഹമാക്കി. പൊർക്കാടിയിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM പ്രതിഷേധ പ്രകടനം നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ധർണാ സമരം നടത്തി. സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും കേരളീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യ ഘടകമാണെന്നും ജനങ്ങൾക്കു വേണ്ടി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്നും എന്നെ നെല്ലിക്കുന്ന MLA. കേളുകുടെ അയ്യപ്പനഗറിലെ അംഗൻവാടി മതിലിനോട് ചേർന്ന് സ്ഥാപിച്ച ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. കുരുന്നുകൾ പഠിക്കുവാനെത്തുന്നത് ഭീതിയോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.